നമസ്കാരം, ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാട്ട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അർത്തിങ്കൽ പള്ളിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അർത്തിങ്കൽ പള്ളിയിൽ എത്തിച്ചേരുന്നത്. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്ത് കലേഷ്യസിനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇൻ്റർനാഷണൽ ദേവാലയം എന്ന് അറിയപ്പെടുന്ന അർത്തിങ്കൽ പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ദേവാലയമാണ് അർത്തിങ്കൽ സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്ന് അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാരാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ദേവാലയം. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ജനുവരിയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് അർത്തിങ്കലിൻ്റെ തിരുനാളിൽ പങ്കെടുക്കുവാൻ എത്തുന്നത്. ദേവാലയത്തിലെ തിരുനാൾ മകേനും പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. വികാരി ജോക്കോമോ ഫെൻസിസിയോയുടെ കീഴിൽ 1584 പള്ളി പുനർനിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഭക്തർ അദ്ദേഹത്തെ അർത്തിങ്കൽ വെളുത്തച്ഛൻ, സുന്ദരനായ പിതാവ് എന്ന പേരിലും വിളിക്കുന്നു. ഫെനീസിയോ 1632 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 8 വർഷത്തിന് ശേഷമാണ് പള്ളി വീണ്ടും പുനർനിർമ്മിച്ചു. അറബിക്കടലിൻ്റെ തീരത്ത് പടിഞ്ഞാറോട്ട് അഭിമുഖമായി 1647 വിശുദ്ധ സെബസ്ത്യാൻ്റെ ശരീരമാസകലം അസ്ത്രങ്ങൾ കൊണ്ട് അടിച്ച് മിനാനിൽ നിന്ന് കൊണ്ടുവന്ന ശില്പം അർത്തിങ്കൽ പള്ളിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തന്മാർ അർത്തിങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സന്നിധാനത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവും ഉണ്ട്. കേരളത്തിൻ്റെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മുത്തേടത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തിങ്കൽ. വ്യവസായ കേന്ദ്രമായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവർ ഉണ്ടായിരുന്നു. പക്ഷേ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദിസ അടക്കമുള്ള കൂദാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമില്ലായിരുന്നു. വാസ്കോ ഡി ഗാമയുടെ കേരള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തിയ പോർട്ടുഗീസ് മിഷണറിമാരിൽ ചിലർ മുത്തേടത്തെ സന്ദർശിച്ചു. തദ്ദേശീയവാസികളായ ക്രൈസ്തവർ ഇവരെ സ്വീകരിച്ചു. അർത്തിങ്കൽ കേന്ദ്രമാക്കി അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിൻ്റെ അനുവാദപ്രകാരം മതബോധനവും കൂദാശയും നൽകുവാൻ ആരംഭിച്ചു. മിഷണറിമാരും നാട്ടുകാരും ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായി മുത്താടത്ത് രാജാവിൻ്റെ അനുവാദം തേടുകയും രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യങ്ങൾക്കായി തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു. 1581 അർത്തിങ്കലിൽ വിശുദ്ധ അന്ത്രയോസിൻ്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണി കഴിപ്പിച്ച ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത്. വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ദിനമായ നവംബർ 30 പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത്. 1584 വികാരിയായി ചുമതലയേറ്റ ഫെനീഷ്യോയെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു. ജനങ്ങൾ ആ പുരോഹിതനെ വെളുത്തച്ഛൻ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു. വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സ്തേഫാനോസിൻ്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത്. 1632 മരണമടഞ്ഞ ഫാദർ ഫെനോഷ്യയും പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. 1640 പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരമായി പുനർനിർമ്മിച്ചു.
ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണത്തിന് ആവശ്യമുള്ള കരിങ്കല്ലുകൾ വള്ളത്തിലായിരുന്നു അർത്തിങ്കിൽ എത്തിച്ചത്. ഈ കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനയിൽ നിന്നും വിശുദ്ധ സ്തെഫാനോസിൻ്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. 2010 ജൂലൈ 9 ഈ പള്ളിയെ ബസിലിക്കയായി ഉയർത്തിയത്. എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അർത്തിങ്കൽ തിരുനാൾ ജനുവരി 27 സമാപിക്കുന്നത്. ഈ തിരുനാളിന് ആരംഭത്തിനായി ഉയർത്തുവാനുള്ള കൊടി പാലായിൽ നിന്നുമാണ് എത്തുന്നത്. ഈ കൊടി ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ച് അവിടെ നിന്നും വൈകിട്ട് അർത്തിങ്കിലേക്ക് കൊണ്ടുപോകും വഴി തുമ്പോളി മാതാവിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു പോകുന്നു. കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് വിശുദ്ധ സ്തെഫാനോസിനെ നന്ദി പ്രദർശിപ്പിക്കുവാൻ പെരുന്നാളിന് എത്തുന്നത്. അവർ അടുത്തുള്ള കടൽ തീരത്തു നിന്നും പള്ളി വരെ മുട്ടിലിഴഞ്ഞ് വിശുദ്ധനോടുള്ള കൃതജ്ഞത നന്ദി കാണിക്കുന്നു. സ്വർണം, വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യ അവയവങ്ങളെയും അമ്പ്, വില്ല് എന്നിവയുടെയും രൂപങ്ങളും വിശ്വാസികൾ ഇവിടെ കാണിക്കയായി അർപ്പിക്കുന്നു. ജനുവരി 20 പ്രധാന തിരുനാൾ. ഈ ദേവാലയത്തിൽ ജനുവരി 27 മറ്റൊരു ആഘോഷം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രാദേശികമായി 8-ാം പെരുന്നാൾ അല്ലെങ്കിൽ വിരുന്നിൻ്റെ 8-ാം ദിവസം എന്ന് വിളിക്കുന്നു. വിശുദ്ധ സ്തെഫാനോസിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പള്ളിയിൽ നിന്നും കടൽത്തീരത്തേക്കും തിരിച്ചും തിരുനാളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ വർഷവും ഘോഷയാത്രയുടെ സമയത്ത് ഒരു കഴുകൻ ആകാശത്ത് കറങ്ങുന്നതും കാണാം. ഗ്രാമത്തിൻ്റെ കാവലാളായി വിശുദ്ധ സ്തെഫാനോസിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഈ കഴുകൻ മാറിയിരിക്കുന്നു. ഈ ദേവാലയത്തിലെത്തുവാൻ എറണാകുളത്ത് നിന്ന് 40 കിലോമീറ്റർ തെക്കും, ആലപ്പുഴയിൽ നിന്ന് 21 കിലോമീറ്റർ വടക്കും, കോട്ടയത്ത് നിന്ന് 38 കിലോമീറ്ററും ചങ്ങനാശ്ശേരിയിൽ നിന്നും 51 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഈ ദേവാലയത്തിൽ എത്താവുന്നതാണ്. അങ്ങനെ കറങ്ങി വരാം. ഇതാ പള്ളി, ഒറിജിനൽ പഴയ പള്ളി.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.